ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ലൊരു ഫ്രൂട്ട് മിക്സഡ് ആണ്. ഏത് സമയത്തും നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട് മിക്സഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട പിടിപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്ററിനെ കുറിച്ച് റിവ്യൂ ഞാൻ മുമ്പ് നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരാതൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മളെടുത്ത ഈ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വന്നിട്ട് ഒരു 6 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഇത് വലിയൊരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഈ വിപ്പിംഗ് ക്രീം അല്ലാതെ നമുക്ക് ഫ്രഷ് ക്രീമിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. നമ്മളെടുത്ത് ഈ വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതാണ്. അതിൻ്റെ പേരിലാണ് വളരെ കുറച്ച് മധുരം ചേർത്തത്. പിന്നെ അതും പോയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സൊക്കെ മധുരമുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് മധുരം ആകണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നത്. ഈ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും നമ്മുടെ വാനിലയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് കിട്ടുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ്, അത് ചേർക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ച കളർ ഗ്രേപ്സ് ആണ്, അതും ചേർക്കുകയാണ്. അതുപോലെ തന്നെ ചുമന്ന കളർ ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാമ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. അതും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുവുള്ള മുന്തിരി ഒന്നും ചേർക്കരുത്. എങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും, ആ കുരുവൊക്കെ ഇങ്ങനെ മാറ്റാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ കുരു ഒന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് നട്ട്സ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു 2 മണിക്കൂർ ഫ്രീസറിലേക്ക് ഒന്ന് മാറ്റണം. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണ് ഇത് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇതിനൊരു അല്പം മധുരം കുറവാണ്. കുറച്ച് മധുരം കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. എന്നാൽ ശരി, നമുക്കിനി 2 മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് മിക്സഡ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് എത്ര മാത്രം ടേസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇതിപ്പോൾ കുറച്ച് വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമിൽ തയ്യാറാക്കിയാലും മതിയാവും. നിങ്ങളത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോഴും തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.